ഹലോ, അപ്പം നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ ദിവസം ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്നലെ ഓൾറെഡി എല്ലായിടത്തും കറങ്ങി, ആ വീഡിയോ കാണാത്തവരൊക്കെ പോയി കാണുക. അപ്പം നമ്മുടെ രണ്ടാമത്തെ ദിവസം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റോടെ ആരംഭിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ വണ്ടല്ലൂരിലോട്ടല്ലേ പ്ലാൻ ചെയ്യുന്ന. വണ്ടല്ലൂർ സൂ കാര്യങ്ങളൊക്കെ പപ്പായും മമ്മിയും മണിക്കുട്ടനെയൊക്കെ കാണിച്ചു കൊടുക്കാനാണ് പോകുന്നത്. കഴിച്ചോടെ മണി നീ. അപ്പോൾ ഞാനും ഇച്ചാനും ഞങ്ങളെല്ലാവരും കഴിക്കട്ടെ. അപ്പോൾ കഴിച്ചിട്ട് വെളിയിലോട്ട് ഇറങ്ങുന്നോട്ടുള്ള എല്ലാ കാഴ്ചകളും കാണിച്ചു തരാം. അപ്പോൾ ഡേ 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നശിപ്പിച്ചിരിക്കുകയാണ്. ദോശ ഇടിച്ച് പരത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ കഴിപ്പൊക്കെ കഴിഞ്ഞ് അമ്പത്തൂർ ബസ് സ്റ്റോപ്പിൽ വന്ന് വണ്ടല്ലൂരിനുള്ള ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ 104 വന്നാൽ നമ്മൾ കയറി ചെന്ന് വണ്ടല്ലൂർ സൂവിൻ്റെ ഫ്രണ്ടിൽ പോയി ഇറങ്ങും. അങ്ങനെ നമ്മൾ ഏകദേശം വണ്ടല്ലൂർ എത്താറായിട്ടുണ്ട്. നമ്മൾ വണ്ടല്ലൂർ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അകത്തോട്ട് ചെന്ന് ഇനി ടിക്കറ്റൊക്കെ എടുക്കണം. എല്ലാ കാര്യങ്ങളും എടുത്ത് സെറ്റായി അകത്തോട്ട് എല്ലാ കാഴ്ചകളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് എൻ്റർ ആയിട്ടേ ഉള്ളൂ. ഫ്രണ്ടിൽ ഞാൻ എടുത്തില്ലായിരുന്നു. പിന്നെ വണ്ടല്ലൂർ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി കാണിച്ചു തന്നിട്ടുള്ളതാണ്. പക്ഷെ അന്ന് ഇത്ര ക്ലാരിറ്റി ഒന്നും ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അകത്തോട്ട് കയറി പോകാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞേച്ചി അന്ന് ചുമലക്കുടയൊക്കെ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് പോയി ടിക്കറ്റ് എടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു സംഭവം സ്കാൻ ചെയ്ത് നമുക്ക് ടിക്കറ്റ് എടുക്കാം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ എടുക്കാൻ പറ്റുമെങ്കിൽ പിന്നെ നമുക്ക് പോയി ക്യൂ നിൽക്കണ്ടല്ലോ. അപ്പോൾ പോയോ? അങ്ങനെ തന്നെ ടിക്കറ്റ് എടുത്തു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പതുക്കെ അകത്തോട്ട് കയറാം. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ. അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ, എന്നാലും ഞങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാവേ. അകത്തോട്ട് കയറുമ്പോൾ തന്നെ കാണുന്നൊരു വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. അപ്പം ഇതിലേ അകത്തോട്ട് പോകാം. അവിടെ അപ്പ നിൽക്കുന്നു. വായിക്കുന്ന കോള് വരുന്നുണ്ട്. അപ്പം സംസാരിക്കട്ടെ. നമുക്ക് പതുക്കെ അകത്തോട്ട് കയറി പോവാം. ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോകൾ എടുത്തിട്ട് അകത്തോട്ട് കയറിപ്പോവാം. അപ്പോൾ നമ്മൾ ഏറെക്കുറെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ഫുൾ അത്യാവശ്യം മരങ്ങളും നല്ല അടിപൊളി തണലും തണുപ്പും ഒക്കെ ഉണ്ടാവും. തണുപ്പെന്ന് വെച്ചാൽ വെയിലുള്ളിടത്ത് വെയിൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ വണ്ടല്ലൂർ സൂവിൽ വരാൻ. എന്താ അറിയത്തില്ല, മരവും പച്ചപ്പും ഒക്കെ ഉള്ളിടത്ത് എനിക്കങ്ങ് ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ മുട്ടിനും ഫോട്ടോസൊക്കെ എടുത്തെടുത്താണ് പോകുന്നത് കേട്ടോ. കാരണം പപ്പായും മമ്മയുടെ ഉള്ളതുകൊണ്ട് അവരുടെ ഫോട്ടോസും നമ്മുടെ ഫോട്ടോസും എല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടാ, നമ്മൾ കരിങ്കുരങ്ങുകളെ തൊട്ടങ്ങോട്ട് കാണുകയാണ് ഗൈസ്. അപ്പം ഈ ഭാഗത്ത് ഫുള്ള് കരിങ്കുരങ്ങുകളാണ് കേട്ടോ. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഈ മരത്തേലൊക്കെ ഇരിപ്പുണ്ട് കണ്ടാ. ഇതെന്താ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാ, ഇതേ ഇരിക്കുന്ന ഒരെണ്ണം. പിന്നെ ഇപ്പുറത്ത് ഇരിപ്പുണ്ട് ഈ മരത്തേൽ കണ്ടാ, 3-4 ഉണ്ടെന്ന് തോന്നുന്നു. കൊള്ളാല്ലേ. അപ്പം ഇതിലെ പ്രാവോ കിളികളോ ഒക്കെ പറക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ടിലോട്ട് പോകുന്നതോറും വേറെ ജീവികളെ കാണാൻ പറ്റും. അത് മയിലാണോ അപ്പം ഇരിക്കുന്നത്? അപ്പം അത് നോക്കി, ആ പാറയുടെ മുകളിൽ ബ്ലൂ കളറിൽ കണ്ടോ. അവിടെ ഒരു മയിലിരിപ്പുണ്ട് കേട്ടോ. തല മാത്രമേ കാണത്തുള്ളേ, താഴോട്ട് ഫുള്ള് കാണാൻ പറ്റുന്നു. പക്ഷെ കാണാൻ പറ്റും നമുക്ക് ഫുള്ളായിട്ട് മയിലിനെ. അവിടെ ഇരിപ്പുണ്ട് കേട്ടോ കരിങ്കുരങ്ങന്മാർ കണ്ടാ. അപ്പം നമ്മൾ കരിങ്കുരങ്ങന്മാർ തൊട്ടടുത്തെത്തി കേട്ടോ. കണ്ടോ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ. മേളിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നുണ്ട് നോക്കി. അതിൻ്റെ ഇടയ്ക്ക് നിന്ന് താഴെ ഒരാൾ ഇരിക്കുന്നു, അതിൻ്റെ താഴെ വേറൊരാളിരിക്കുന്നു, അതിൻ്റെ താഴെ വേറൊരാളിരിക്കുന്നു. ചാടി കേട്ടോ, ഓടുകയാണ് ആശാൻ വെള്ളം കുളിക്കാനുള്ള പരിപാടിയാണെന്നാണ് തോന്നുന്നത്. വെള്ളം കുടിക്ക് പെട്ടെന്ന്. അപ്പോൾ അവിടെ നോക്കിയിരിക്കാൻ കേട്ടോ. വെള്ളം കുടിക്കണോ വേണ്ടെന്ന് ആലോചിക്കുമെന്ന് തോന്നുന്നു. വെള്ളം കുടിച്ചോടാ. അതെ, പോസ് ചെയ്യാ. ഗർഭിണിയാണോ? കുരങ്ങിൻ്റെ വയറ് നോക്കിയേ നിങ്ങൾ. കർത്താവേ. ഇവർക്ക് ഇതിനകത്തൊക്കെ കയറിയിരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ. കണ്ടോ, അവിടെ കളിക്കുകയാണ് രണ്ടുപേര്. നോക്കിയേ, അത് കൊള്ളാം. ഇത് അടുത്ത സെക്ഷൻ. ഇവിടെ എന്തായിരുന്നുള്ളത്? ചിമ്പാൻസി. നമുക്ക് ചിമ്പാൻസി ഉണ്ടോ എന്ന് നോക്കാം. അതവിടെ ഇരിപ്പുണ്ടല്ലോ. അവിടെ ഇരിപ്പുണ്ട് ആശാൻ. ഇങ്ങനെയാണ് ചിമ്പാൻസികൾക്കുള്ളൊരു
സ്ഥലമുള്ളത്. അപ്പോൾ 2 പേര് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ, ചിമ്പാൻസികൾ. പക്ഷെ മരത്തിന് മറഞ്ഞിരിക്കുക, അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല ശരിക്ക്. അങ്ങനെ ഇതേ കുറച്ച് നേരം അവിടെ ഒളിച്ചിരുന്നിട്ട് അവന്മാർ വെളിയിൽ ചാടി വന്നു കേട്ടോ. കണ്ടാ, ഒരാൾ വന്നു, ഒരാളപ്പുറത്തുണ്ടെന്ന് തോന്നുന്നു. എന്താ കാണിക്കുന്ന ആശാൻ? കണ്ടോ കണ്ടാ കണ്ടാ പോവുകയാണ്. അതിൻ്റെ പേരെന്താ? ബബൂൺ ഇനത്തിൽപ്പെട്ട കുരങ്ങാണ് കേട്ടോ. അത് കണ്ടോ, ആ വാതിക്ക് ഒരെണ്ണം ഇരിപ്പുണ്ടേ. ആ ഒരെണ്ണത്തെ ഇവിടെ കാണുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് മയിലിനെയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. അപ്പോൾ മയിലിനെ കണ്ടിട്ട് മമ്മിക്കൊന്നും വലിയ പുതുമയില്ല, കാരണം പാലക്കാട് നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ എന്നും വരുന്ന, അതുകൊണ്ട് മയിലിനൊരു സ്പെഷ്യാലിറ്റി ഇല്ല. പക്ഷെ എനിക്ക് മയിലിനെ അങ്ങനെ കാണാനൊന്നും പറ്റിയിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ പഴമയില്ല, എനിക്ക് പുതുമ തന്നെയാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം അടുത്തേ. കണ്ട സുന്ദരി മയിൽ താഴെയുണ്ട് കേട്ടോ കുറച്ച് പേര്. ഇവിടെ ഒരാൾ കണ്ടോ നിൽക്കുന്നേ, അവിടെ ഇരുന്ന് കാറിച്ച കേട്ടോ. ഇവിടെ വെള്ള മയിലുകൾ ഇരിപ്പുണ്ട് കണ്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ വെള്ളമയിലിനെ കണ്ടുള്ളൊരു കുറവായിരിക്കും അല്ലേ. അപ്പോൾ ഇതിൻ്റെ മുകളിലിരിക്കുന്ന ആളെ ഞാൻ ഒന്നുകൂടെ അടുത്ത് കാണിക്കാം കേട്ടോ. ഓക്കെ, ഇത്ര അടുത്ത് കാണാം. വാവ്, സോ ബ്യൂട്ടിഫുൾ. ഓക്കെ, ഇവിടെ നോക്കിയാൽ ഫുള്ള് കുരങ്ങന്മാരാണ് കേട്ടോ. പക്ഷേ നമ്മുടെ പ്ലാവെ ചക്ക തിന്നാൻ വരുന്ന കുരങ്ങുകളാന്ന് പറഞ്ഞ് മമ്മി അതിനെ അധിക്ഷേപിച്ച് അതിൻ്റെ ഡിമാൻഡ് പോയി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേറെ അപ്പുറത്തോട്ട് പോവാവേ. എന്തോ ഇച്ചിരി വേറെ ടൈപ്പായിട്ടുള്ള കുരങ്ങാണുണ്ടോ ഇരിക്കുന്നത്. അനക്കമൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ് ഇതെന്താടാ ഫോക്കസ് പോലും ആവുന്നില്ല. അപ്പോൾ ഇത് കണ്ടോ വെച്ചാൽ ഇനി ചൂണ്ടി കാണിക്കുന്നതാണ് സ്മോളസ്റ്റ് ഡിയർ ഇൻ ഇന്ത്യ. അതിനെന്താ വെച്ചാൽ മലയാളത്തിൽ പറയുന്നത് എലിമാൻ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എനിക്കിതിനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഞാൻ വണ്ടലൂരി വന്നിട്ടുണ്ടെങ്കിലും ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ അതിനിപ്പോൾ കാണുന്നില്ല. ആണോ? എനിക്ക് ആരാ ഓടുന്നതെന്ന് തലങ്ങും വിലങ്ങും പെടമയിലുകളാട്ടോ കേട്ടോ ഓടുന്നേ. ഇതേ വരുന്നു കണ്ട, അതിവിടുന്ന് ഓടിപ്പോയതാ. അപ്പോഴത്തേക്ക് ചേട്ടന്മാരൊക്കെ അതിനായിട്ട് ഓടിച്ച് പേടിപ്പിച്ചു കണ്ട. അങ്ങനെ നമ്മൾ നടന്നു വന്ന വഴിക്ക് എനിക്കൊരു പരുന്തിൻ്റെ തൂവൽ കിട്ടി. നോക്കൂ എന്ത് നീളമാണ്, ഇത്രേ നീളമുണ്ട്. ഞാനിതെന്തായാലും കയ്യിൽ കൊണ്ടുപോവുകയാണ് ഗൈസ്. പരുന്തും പൂള. പരുന്തിനെയൊക്കെ കണ്ടുപിടിച്ച് പറിച്ചെടുക്കാൻ പറ്റില്ലല്ലോ, വീണ് കിടക്കുന്നൊക്കെ നമുക്ക് എടുക്കാം. ഒരു മയിൽപ്പീലി കിട്ടുമായിരുന്നല്ലേ. നമുക്ക് അങ്ങോട്ട് നടക്കാം കേട്ടോ, ഓരോരോ കാഴ്ച. ഇത് നോക്കിയേ, ഈ മയിൽ ഇവിടെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട മയിലാണിത്. അവർ കാഴ്ച കണ്ടിരിക്കാൻ തോന്നുന്നു. അപ്പം അത് നോക്ക്, ഇത് പരുന്തിൻ്റെ പൂടയാ. വേണ്ടെന്ന് അപ്പയ്ക്ക് % കേട്ടോ. ഇത് കോഴിയെ പോലെ ഇരിക്കുന്നല്ലോ, മറ്റേ അങ്കവാല് പോലെയൊക്കെ ഇരിക്കുന്നേ. പിന്നെ മറ്റേതിനൊരു കിനിക്കോഴിയുടെ ഷേപ്പൊക്കെ ഉണ്ട്. ഈ 2 ഉള്ളു കേട്ടോ ഇതിനകത്ത്, വേറൊന്നുമില്ല. ആണോ? അപ്പുറത്തുണ്ട്. ഇനി ഇതിൻ്റെ അപ്പുറത്ത് മക്കാവോസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഇത് മാൻ അവിടെ നിൽക്കുന്നു. ഇവിടെ ഒരു കുരങ്ങിന് ചെറിയ കുഞ്ഞും കുരങ്ങനും ഉണ്ട് കേട്ടോ. അവിടെ മാൻ ഒന്നേ ഉള്ളൂ ഒന്നല്ലേ ചായോ? ആണോ? അവിടെ ഒരു മാനിനെ ഇവിടെ നിൽക്കുന്ന കാണത്തുള്ളൂ. പക്ഷെ മാൻ കുറേ എണ്ണം ഉള്ളത്. അവിടെ ഒരു മയിൽ കിടക്കുന്നുണ്ടോ മാനിൻ്റെ അപ്പുറത്ത്? അതെന്താ അങ്ങനെ കിടക്കുന്നേ? തറ കിടക്കുന്നുണ്ടോ? ചത്തുപോയോ? ചാവൊന്നും ഇല്ലായിരിക്കും, അനങ്ങുന്നുണ്ട്. ഇത് കീരി പോകുന്നു. ഇതുണ്ടോ കീരി? ഇതുണ്ടോ കുഞ്ഞൊരു കീരി കേട്ടോ. ഇതും ഇവിടെ ഉണ്ടോ? കണ്ടോ കീരി? അതതിൻ്റെ അകത്തോട്ട് പോവാണേ. കുഞ്ഞ് ചെറിയ കുരങ്ങിനെ നോക്കുമ്പോൾ അത് കീരി, മാൻ, മയിലെല്ലാം. അപ്പുറത്തെ കുരങ്ങൻ അത് അത്തേ കയറി ആടുന്നു. എല്ലാവരും അടുത്തടുത്താണ് കേട്ടോ ഉള്ളത്. തത്തമ്മേ പൂച്ച 1 2 3 4 5 6 7 ഇവിടെയൊക്കെ തത്തമ്മരിപ്പുണ്ട് കേട്ടോ. നമുക്ക് മക്കാവോനെ കാണാൻ പോയച്ചാൽ അതിനെ നല്ല വലിപ്പത്തിൽ നമുക്ക് അടുത്ത്. നമ്മൾ കുറച്ച് മുന്നേ കണ്ടത് വൈറ്റ് പെസൻ്റ് ആയിരുന്നു. ഇവിടെ അതിൻ്റെ ഗോൾഡൻ പെസൻ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ 2 ഉണ്ട്. ഇവിടെ ഇടണം, ഇവിടെ ഇടണം. കണ്ടാ? ഇത് തന്നെ താഴെ ഇടണം. താഴെ കൂടെ ഒരെണ്ണം നടക്കുന്നുണ്ട് കേട്ടോ. ഇത് ഗോൾഡൻ. ഇതിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്ക് മഞ്ഞ തല,
വലിയ വാല് കേട്ടോ, ഭയങ്കര നീളമുള്ള വാല്. അത് കാണാൻ നല്ല ഭംഗി. ഇതാരാന്ന് നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നേ? നോക്ക്, നമ്മൾ നിൽക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ വന്നു കേട്ടോ. നോക്ക് അടക്കുട്ടാ. എല്ലാവരും കൂടെ ഒച്ച വെച്ച് ഇതിനെപ്പോൾ തന്നെ ഓടിച്ചു വിടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് സൈലൻ്റായിട്ട് അതിനെ പേടിപ്പിക്കാൻ നിൽക്കാനുള്ള മനസ്ഥിതി ആർക്കും ഇല്ല. നോക്കിയാൽ ചേട്ടനൊക്കെ അതിൻ്റെ അടുത്തോട്ട് എന്ന് പേടിപ്പിക്കും. അപ്പോൾ ആളങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ ഇത്ര ആൾക്കാരെ കണ്ടിട്ട് അവന് വലിയ പേടിയൊന്നുമില്ല. അവൻ അവൻ്റെ പാട്ടിന് പോകുന്നു. നിങ്ങൾ എന്ത് വേണേൽ കാണിക്കുന്നുള്ള മൈൻഡാണ് പുള്ളിക്ക്. ഇതിനകത്ത് റോസ് റിങ്ഡ് പാരറ്റുകളാണ് കേട്ടോ ഉള്ളത്. നോക്കിയേ, കണ്ടാൽ നമ്മുടെ നോർമൽ തത്തമ്മമാരെ പോലെയാണ് ഇരിക്കുന്ന ആൾക്കാർ. ഇവിടെ ഒരാളിരുന്ന് എന്തൊക്കെയോ തിന്നുന്നുണ്ട് കേട്ടോ, കൊത്തി തിന്നുന്നുണ്ട്. ചിലപ്പാണ് കേട്ടോ എല്ലാവരും കൂടി ഇരുന്ന്. ഇതുണ്ടോ ആ പൊത്തിനകത്ത് ഓർമ്മയുണ്ട് കേട്ടോ. കണ്ടോ, അവർ രണ്ടുപേരും കൂടെ എന്തൊക്കെയോ പറയുന്നു. ഇത് ഇവിടെ ഒരാൾ വന്നിരുന്നു ഇപ്പം. കൊള്ളാം, നൈസ്. ഇത് കണ്ടോ, ഒരു വലിയ തത്തമ്മമാരുടെ സെഷനാണ് കേട്ടോ. നമുക്ക് ഈ സൈഡിൽ കമ്പിയിൽ കൂടെ ഒക്കെ ഇരിക്കുകയാണ് കേട്ടോ. ഇവിടെ എന്താണ് ഇവർ? ഒരാളെ ഉള്ളല്ലേ. ഇപ്പുറത്ത് ഓർമ്മ ഇരിപ്പുണ്ട് കേട്ടോ. നല്ല വലിപ്പമുള്ള തത്തമകൾ. എന്താ അലക്സാൻഡ്രൈൻ പരാക്കീറ്റോ. അത് എങ്ങനെയാണ് തൊട്ട് ഇപ്പുറത്ത് റെഡ് കളറുള്ള ഇരിപ്പുണ്ട് കേട്ടോ. ഇവരെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിനകത്ത് റോസ് റിങ്ഡ് പാരക്കീറ്റ് എന്നാണ് ഇവരുടെ പേരെഴുതി വെച്ചേക്കുന്നത്. പക്ഷേ ഇവർ വേറെ കളറാണ് കേട്ടോ. ഇത് എമു ആണെന്നാണ് തോന്നുന്നത് അല്ലേ. ഇതിൻ്റെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല. എമു ആണോടാ? റിയയോ? അതെ. അപ്പോൾ ഇത് എന്താണോ റിയാന്ന് കണ്ടൊക്കെയാണ് കേട്ടോ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അപ്പുറത്ത് ഒട്ടകപ്പക്ഷിയുണ്ട്, കാണിച്ചു തരാൻ പറ്റുമോ നോക്കാവേ. സോറി ഗൈസ്, അതും വെള്ള എമു തന്നെയാണെന്ന് തോന്നുന്നു. കണ്ടോ, ആളോട് ഒറ്റയ്ക്ക് നിന്ന് ഇങ്ങനെ വൈബ് ചില്ല് ചെയ്യാണ് കേട്ടോ. ഒരാൾ ഇതേ നടക്കും, നമ്മളിപ്പോൾ കണ്ടത് തന്നെയാണ്. ആരാ ഇതെന്ന് ഇങ്ങനെ വായും പൊളിച്ച് നോക്കുകയാണ് കേട്ടോ. ഒരു സമാധാനം തരാതെ ഇങ്ങനെ വന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്കൂടെ കൊക്ക് പോലത്തെ ഒരു സാധനം നടക്കുന്നുണ്ട് കേട്ടോ. പതുങ്ങി ഞാൻ എന്നെ കാണിച്ചു തരാവേ, സൂം ചെയ്ത് കാണിക്കാം. അത് ആശാൻ ഇങ്ങോട്ട് വന്നുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊരു സൗണ്ട് വെക്കുന്നുണ്ട് കേട്ടോ. മണീനെ കണ്ടുപിടുത്ത് അത് പല്ല് കടിക്കാന്നാ. ഇങ്ങോട്ട് നോക്കടാ. ഇങ്ങോട്ട് നോക്കുന്നില്ല. ഇവിടെ ഇഷ്ടം പോലെ മാനുകളുണ്ട് കേട്ടോ. പുള്ളിമാനുകളാണേ. കൊമ്പുള്ളതും കൊമ്പില്ലാത്തതും ഒക്കെ ഉണ്ട്. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇനി നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ മൃഗങ്ങൾ, വലിയ മൃഗങ്ങളുള്ള സെക്ഷനിലേക്ക് നമുക്ക് പോയി നോക്കാവേ. ഇച്ചാനും പപ്പായും മമ്മിയൊക്കെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് നിർത്തി ഇരുത്തിയൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് കേട്ടോ. ഇവിടെയും മാനുകൾ കിടപ്പുണ്ട്. അതിൻ്റെ അകത്ത് നോക്കിയേ, നീണ്ട തലയുള്ളൊരു സാധനം നിൽപ്പുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല എൻ്റെ പേര്. എൻ്റെ പുറകിൽ നോക്കിയ കറുത്ത അരയണങ്ങളെ. വാവ്, സോ നൈസ്. വെള്ള അല്ലെങ്കിലും അതുങ്ങളെ കാണാൻ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. ഒന്ന് നോക്കി ഒരു കീരി പോകുന്നേ. ഒന്ന് നോക്കി ഒരു കീരി, അതിൻ്റെ വായിൽ എന്തോ ഉണ്ട് കേട്ടോ. അത് മീനിനെ എന്തോ പിടിച്ചോണ്ടാണ് പോകുന്നത്. അതെങ്ങനെയാന്ന് എന്തോ വായിലുണ്ട് കേട്ടോ. ഓടി അവിടെ നമ്മൾ ഇപ്പുറത്തോട്ട് തിരിയുമ്പോൾ നോക്കിയേ, വാവ്, നമ്മൾ മുമ്പേ കണ്ട പോലെ തന്നെ കുറച്ചും കൂടെ ഭംഗിയുള്ള, എന്താണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്, ഗ്രീക്കർ അഡ്ജറ്റൻറ്റ് സ്റ്റോർക്ക് എന്നൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. സ്റ്റോക്ക് എന്നൊക്കെയാണ്, എന്തൊക്കെയാണ് പേര്. അതിൻ്റെ കൂട്ടത്തിൽ അവിടെ കാക്കകൾ നല്ല അടിപൊളിയായിട്ട് കുളിക്കുന്നുണ്ട് കേട്ടോ. നോക്കിയേ, അർമാദിച്ചങ്ങ് കുളിക്കുകയാണ്. അപ്പോൾ അവർ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് കേട്ടോ അവരെല്ലാവരും. മമ്മി, നമ്മൾ മുമ്പേ കണ്ടതല്ലേ എമു, ഇതാണ് എമു. അപ്പം ശരിക്കും കണ്ടാ, ഇത്ര അടുത്താണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എല്ലാത്തിനും വലുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് തൊട്ടടുത്ത്. കണ്ടാ, ഇങ്ങോട്ട് നോക്ക്. ഇവിടെ ഫുള്ള് കാട്ടുപോത്തുകളാണേ. നല്ല ഉരുണ്ട് നല്ല മെഴിമെഴാന്നിരിക്കുന്ന കാട്ടുപോത്തുകളാണ്. ഇനി അടുത്തോട്ട് ചെന്ന് കാണാവേ. അങ്ങനെ നമ്മൾ അടുത്തെത്തി കേട്ടോ. എന്താല്ലേ മിനാന്നിരിക്കുന്നേ. നല്ല മസാലയൊക്കെ ഇട്ട് അങ്ങ് വരട്ടിയാണ്ടല്ലോ, നല്ല അടിപൊളിയായിരിക്കും. മസിൽ കണ്ടില്ലേ, അങ്ങ് വറുത്തെടുക്കണം. ഇതൊക്കെ എന്നെ പോലീസ് പിടിച്ചോണ്ട് പോകും ഇങ്ങനൊക്കെ പറഞ്ഞാല്.
അത്യാവശ്യം വലിയൊരു പോത്താണ് കേട്ടോ നിൽക്കുന്നത്. കുറച്ചും കൂടെ എന്താ പറയുക വണ്ണമുണ്ട്. അവിടെ കിടപ്പുണ്ട് കേട്ടോ ഒരു വലിയൊരുത്തൻ ഇടാ. ഇനി നമുക്ക് കടുവയോ സിംഹം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാം. അപ്പോൾ നമ്മളെല്ലാവരും കുറച്ച് വെള്ളമൊക്കെ ഒന്ന് കുടിക്കുമായിരുന്നു. ഇപ്പോൾ 2 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് വിശക്കുന്നില്ല. നമ്മൾ കഴിച്ചത് തന്നെ 11 ആയപ്പോഴായിരുന്നു. നമുക്ക് കുറച്ചും കൂടെ വിശക്കുമ്പോൾ ഇത് വേറെ ഏതോ ഒരു ടൈപ്പ് മാനാന്ന് തോന്നുന്നു കേട്ടോ. നല്ല വലുപ്പമുണ്ട് ആശാന്മാർക്ക്. പക്ഷേ അങ്ങോട്ട് കുറേ പേര് കിടപ്പുണ്ട് കേട്ടോ. ഇനി അതുണ്ടോ, ഇനി അങ്ങോട്ട് നമ്മൾ പോകുമ്പോഴാണ് നമ്മുടെ കടുവ പുലി സാധനങ്ങളൊക്കെ ഉള്ളതാണ് ഒരു നിഗമനം. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ കടുവയെ കാണാനും സിംഹത്തെ കാണാനും പുലിയെ കാണാനും ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ കേട്ടോ. എന്തെങ്കിലുമൊക്കെ കണ്ടാൽ മതിയായിരുന്നോ? കാണും കേട്ടോ. ഞാനും ശാനും മുന്നേ കണ്ടിട്ടുള്ളതാണ്. അപ്പം സിംഹത്തെ കുറച്ച് ദൂരെ കാണാൻ പറ്റിയത്. ഇന്ന് നമുക്ക് അടുത്ത് കാണാൻ പറ്റുമായിരിക്കും. അന്ന് സിംഹം ഉള്ളിലോട്ട് കയറിപ്പോയി നമ്മളെ കണ്ടു കഴിഞ്ഞപ്പോൾ, ആൾക്കാരെ കണ്ടു കഴിഞ്ഞപ്പോൾ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ സീലുകൾ കിടപ്പുണ്ട് കേട്ടോ. വെള്ളത്തിലും കിടപ്പുണ്ട്, വെള്ളത്തിന് മുകളിലെ മരത്തിൻ്റെ ചുവട്ടിലും കിടപ്പുണ്ട് കേട്ടോ. ഇടയ്ക്ക് വെള്ളത്തിലൂടെ നീന്തി വരുമ്പോൾ നമുക്ക് സൈഡിൽ കൂടെ അവരെ കാണാൻ പറ്റുന്നുണ്ടേ. അപ്പോൾ വരുമോ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ വരിട്ടിരിക്കുന്ന ആളെ ഇതെന്താണ് വട്ടം കറങ്ങുവാണ് കേട്ടോ അവിടെ ഇരുന്ന്. അപ്പോൾ ഇത് വെള്ളത്തിൽ കിടക്കാതെ മുകളിലൊക്കെ നിൽക്കൂല്ലേ? അതെനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. ഇവിടെ കുറച്ച് കറുത്ത കളറുള്ള മാൻ നിൽക്കുന്നു കേട്ടോ. നല്ല വലിപ്പമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും പപ്പയും കൂടെ അതെ അവിടെ സിംഹത്തിൻ്റെ അങ്ങോട്ട് പോകാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നമുക്കങ്ങനെ പോവാം. അപ്പോഴിവരെ കാണിച്ചപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു, ഇവരെ കണ്ടപ്പോൾ ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പം ഇവിടെയാണ് കേട്ടോ ബംഗാൾ ടൈഗറൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇച്ചാനൊക്കെ നിൽക്കുന്നിടത്ത് പോയി നോക്കിയാൽ കാണാമായിരിക്കും. നമുക്ക് ടൈഗറിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിൽ ആശാൻ ഇങ്ങനെ അനങ്ങാതെ കിടക്കുകയാണ്. ഈ ഒരെണ്ണത്തെ മാത്രം നമുക്ക് ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ. സൂക്ഷിച്ചൊക്കെ എവിടെയെങ്കിലും വേറെ കാണുമായിരിക്കും, പക്ഷേ ഇപ്പം ഇതിനെ കാണുന്നുള്ളൂ. ഇപ്പം സിംഹം ഇവിടെ ഇല്ലെന്നാണ് തോന്നുന്നത്. ഇത്ര ഇവിടെ ഒന്നും നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ. അന്ന് ഞങ്ങൾ ഇവിടെയാണ് സിംഹത്തെ കണ്ടെന്നാണ് ഒരു ഓർമ്മ, പക്ഷെ കാണുന്നില്ല. നമുക്ക് അപ്പുറത്തെ എവിടെയെങ്കിലും കൊണ്ടു നോക്കാം. നമ്മുടെ കടുവ എഴുന്നേറ്റ് നടക്കുന്നു. ഞാൻ ഓർത്ത് നമുക്ക് കിട്ടത്തില്ലെന്നേ. അപ്പോൾ അതേ അവൻ നടക്കുന്നു. കണ്ടാ എങ്ങോട്ടാണോ? ആശാൻ എങ്ങോട്ടോ പോവുകയാണ് ഗൈസ്. ഉച്ചമയക്കത്തിനാന്ന് തോന്നുന്നു. വെള്ളം കുടിക്കാൻ പോവാന്നോ? നോക്കാവേ. അങ്ങോട്ട് പോവാൻ തോന്നുന്നു. പിന്നെ കാണാൻ പറ്റത്തില്ലായിരിക്കും. ഇതേ പോന്നു. അവിടെ ഒരെണ്ണം കൂടെ കിടപ്പുണ്ട് കേട്ടോ. കണ്ടോ? മരത്തിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ബാക്കിൽ കിടപ്പുണ്ട്. 1, 2, 3 കിടപ്പുണ്ട്. ഉണ്ടാ? അത് പോകുന്നിടത്ത് ഒരെണ്ണമുണ്ട്. അതേപ്പാ, അവർ കപ്പിൾസ് ആണ് ഗൈസ്. അങ്ങനെ മമ്മിയും പപ്പയും അവിടെ എടുത്തിട്ട് നമ്മൾ സിംഹം ഉണ്ടോ നോക്കാൻ പോവുകയാണ് ഗൈസ്. സിംഹം അപ്പുറത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മമ്മിയും പപ്പയും വിളിച്ചുകൊണ്ട് വരാം. ഞങ്ങൾ അന്ന് ഇവിടെ എവിടെയോ നിന്നാണ് നോക്കിയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതുകൊണ്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സിംഹത്തിൻ്റെ സ്ഥലം കണ്ടു കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെയാണ് കേട്ടോ സിംഹം ഉള്ളത്. നമുക്ക് അടുത്ത് പോയി നോക്കാം. പപ്പയും മമ്മിയും കൂടെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് അവിടെ പോയി നോക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഈ കിടക്കുന്നതാണ് ആൺസിംഹം, ഈ കിടക്കുന്നതാണ് പെൺസിംഹം. അപ്പോൾ ഇതുങ്ങളും കുറച്ച് ദൂരത്താണ് കേട്ടോ കിടക്കുന്നത്. ഞാൻ നിങ്ങളെ ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഈ 2 ഉള്ളല്ലേ മോസ്റ്റ് പവർഫുൾ ആനിമൽ ഇൻ ദ കാട്. അതെ, ഇവരിങ്ങനെ ഈ അറ്റത്ത് വരെ നടന്നു വന്നിട്ട് അങ്ങോട്ട് നോക്കി മാനിനെ കണ്ട് കൊതി വിട്ടിട്ട് ഇവർക്ക് എന്തായിരിക്കും കഴിക്കാൻ കൊടുക്കുക? കോഴിയിറച്ചിയോ? ഇതൊക്കെ താൻ കഴിക്കാൻ കൊടുക്കുന്ന പോലെയാണല്ലോ പറിച്ചിട്ട് കേട്ടാല്. അപ്പോ ആൺസിംഹത്തെ അത്ര ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിടക്കുന്ന കാണാൻ പറ്റുമായിരിക്കും. പെൺസിംഹത്തെ അത്യാവശ്യം തലയെങ്കിലും നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ സിംഹത്തെ കണ്ടിട്ട് വൈറ്റ് ബംഗാൾ ടൈഗറിൻ്റെ അടുത്തോട്ടാണ് നമ്മൾ പോകുന്നത്. എൻ്റെ പപ്പായും മമ്മിയല്ലേ, നമ്മുടെ പപ്പായല്ലേ മമ്മിയല്ലേ ഇരിക്കുന്നേ? ഇവിടെ നോക്കിയപ്പോൾ കണ്ടുപരിച്ചുണ്ടല്ലോ, നമ്മുടെ പപ്പായും മമ്മിയല്ലേ ഇരിക്കുന്നതെന്ന്. എവിടെയെങ്കിലും കയറിയിരിക്കും കേട്ടോ. ഇവിടെ ഫുഡിൻ്റെ എന്തോ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇച്ചാനും മണിയും കൂടെ അവിടെ എന്താ ഉള്ളതെന്ന് നോക്കാൻ പോവാണ്.
എന്തെങ്കിലും ഒന്ന് നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കാത്ത സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് പോവാം. അങ്ങനെ നമ്മൾ വാങ്ങിക്കാൻ ഡിസൈഡ് ചെയ്തേക്കുന്നത് ഒരു ഫ്രഞ്ച് ഫ്രൈസ്, 2 ബ്രെഡ് ഓംലേറ്റ്, ഒരു വെജ് ബർഗർ, പിന്നെ എനിക്കൊരു ബൺ ബട്ടർ ജാം, പിന്നെ 4 ചായ. ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഞാൻ അവിടെ ബില്ലിങ്ങിൽ നിൽപ്പുണ്ട് കേട്ടോ. എവിടെ? അതേ നിൽക്കുന്നു. ഇതാണ് എൻ്റെ ബ്രെഡ് ബട്ടർ ജാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല കേട്ടോ. ഇത് പപ്പയും മമ്മയും കഴിച്ചാണ്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് വന്നു. വേറെ ബ്രെഡ് ഓംലേറ്റ് വന്നിട്ടില്ല. ഞാൻ അവിടെ വാങ്ങിക്കാൻ നിൽക്കുന്നു. ചായ വന്നു കേട്ടോ. നമ്മളൊന്ന് കഴിക്കട്ടെ. ഇവിടെ ഒരു നല്ല ഇണക്കമുള്ളൊരു മാൻ നിൽപ്പുണ്ട് കേട്ടോ. ഇവനെല്ലാവരും തീറ്റ കൊടുക്കുന്നുണ്ടായിരുന്നു, പക്ഷെ എൻ്റെ ഉള്ളൊന്നും ഇല്ല. ഇത് എന്നൊക്കെ കഴിക്കുമെന്ന് വെച്ചാൽ പറഞ്ഞേ. അമ്മയെ കുത്താ വരുന്നേ, തലയാട്ടം നിച്ചായോ? ഉപദ്രവിക്കുമോന്ന് ചോദിച്ചേ. പെട്ടെന്ന് വന്നൊരു ഒറ്റ കുത്തു എൻ്റെ അത് ഇടിക്കൂന്ന് കേട്ടോ. അവൻ ചെറുതായിട്ട് തല ഇങ്ങനെ വെച്ചായിരുന്നു. വെറുതെ എന്തിനാ പരീക്ഷിക്കുന്നേ? അയ്യോടാ, ദേ ഞാനും മമ്മിയും തൊടാൻ പോന്നേ. ഹേ ഹേ, ഇടിക്കുവോ? പതുക്കെ തൊട്ട് നോക്കാം കേട്ടോ. തൊട്ട് ഞങ്ങൾ തൊട്ട് ഗൈസ് പോവാ. ഇങ്ങനെ ഈ ലൈൻ നേരെ പോകുമ്പോഴാണ് നമുക്ക് വൈറ്റ് ടൈഗേഴ്സ് ഒക്കെ ഉള്ളത്. ഈ വണ്ടല്ലൂരിൽ സൂവിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ഇവർ ഈ ഒരു സംഭവത്തിൽ കാണിച്ചേക്കുന്നത് കേട്ടോ. അത് നോക്കി നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. ഈ കരടികളുടെ സെക്ഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കരടി സെക്ഷൻ. ഹേ ഹേ. ഇപ്പം നമ്മുടെ വെയിലൊക്കെ ഏറെക്കുറെ ആറി കേട്ടോ. ഇപ്പം മണി 3, 3:30, 4 മണിയായിട്ടുണ്ട്. അപ്പം വെയിലൊക്കെ ആറി, സമാധാനമുണ്ട് കേട്ടോ. ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇതേ മമ്മി ചെരുമ്പ് പോകുന്നു. ഇതേ നിൽക്കുന്ന കരടി ഞാൻ നിങ്ങളെ അടുത്ത് കാണിച്ചു തരാം. കണ്ടാ? പുല്ലാണോ തിന്നുന്നേ? ഓ, കരടി പുല്ലാണോ തിന്നുന്നത്? കരടി നോൺ വെജ് അല്ലേ കഴിക്കുക? അപ്പോൾ ഇവിടത്തെ കരടി പുല്ലൊക്കെ തിന്നുന്നുണ്ട് ഗൈസ്. ഞാൻ ഓർത്തിരുന്നേ ഈ കരടി മനുഷ്യന്മാരെ പിടിച്ചിരുന്നു. പിന്നെ അങ്ങനെയല്ലേ പറയാ, മനുഷ്യരെ ഉപദ്രവിക്കുമെന്നൊക്കെ. ഇതെന്താ പുല്ല് തിന്നുന്നേ? അപ്പോൾ ഇവർക്കുള്ള താമസ സ്ഥലമാണ് കേട്ടോ ഈ ബാക്കി കാണുന്നത്. അവർക്ക് അതിനകത്തൊക്കെ കയറിയിരിക്കാം. അപ്പോൾ ഇവിടെ സൈഡിൽ തന്നെ 2 പേരുള്ളതുകൊണ്ട് നമുക്ക് അടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടാ? ഈ വലയ്ക്കകത്താണ് കേട്ടോ അവർ കിടക്കുന്നത്. ഞാൻ ഈ വലയ്ക്കിടയിൽ കൂടെയാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. നമ്മൾ വലയ്ക്ക് വെളിയിലാണ് നിൽക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം അവർ നമ്മളെ ഞം 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 ഞമ്മന്ന് തിന്നും. ഈ 2 എണ്ണം ഉള്ള അവിടെ 2 കരടീസ്. നീ പൊറോട്ടയും ബീഫും തിന്നോണ്ടിരിക്കുമ്പോൾ ആരിലും വന്ന് വിളിച്ചാൽ നീ നോക്കുവോ? അതുപോലെ തന്നെ അതും. ഇതിനകത്തൊരു കുറുനരി കിടപ്പുണ്ട് കേട്ടോ. ആള് ചെറുതാണ്, പക്ഷേ ഭയങ്കര സാധനമാണ്. ഈ ഒരാളുള്ളൂ കേട്ടോ ഇതിനകത്ത്. അങ്ങനെ നമ്മൾ നടന്ന് അവിടെയും കരടിയാന്ന് തോന്നുന്നു. അതും കരടിയാണോ മീ? ഒരുപാട് പുല്ലൊക്കെ ഉണ്ട് കേട്ടോ. അതിനകത്താണ് കിടക്കുന്നത് വലിയൊരു കരടി. അപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പച്ചപ്പ്. ഇത് ഹിമാലയൻ കരടിയാണ്. ഹിമാലയത്തിൽ തണുപ്പിൽ കിടക്കേണ്ട ഇവിടെ കിടന്ന് പാവം ഇതിന് ശ്വാസം മുട്ടി അണയ്ക്കുകയാന്ന് തോന്നുന്നു. അതെ. ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടേ അവിടെ കിടന്നോളാൻ പറഞ്ഞു. ഇതെങ്ങനെ ജീവിക്കും ഈ ചൂടത്ത്? അപ്പോൾ ആശാൻ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ചവയ്ക്കുക എന്തൊക്കെയോ. നമ്മൾ കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ കരടിയോ ഇത്. അത് ചിലപ്പോൾ നമ്മൾ അടുത്ത് കണ്ടോണ്ട് തോന്നുമായിരിക്കും അല്ലേ ചായോ? എന്തു വില നോക്ക്. നമ്മൾ ഈ ടെഡി ബിയറിനെയൊക്കെ വാങ്ങിക്കുമ്പോൾ കാണുന്ന പോലെ ഇരിക്കുന്ന അതിൻ്റെ ചെവി. ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നതിന് 2 സൈഡിലും കാടാ. വനത്തിൻ്റെ നടുക്കൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നതെല്ലാം കാട്ടുമൃഗങ്ങളെയാണ്. അങ്ങനെ ഞാനും മമ്മിയും സ്ലോ മോഷനിൽ നടക്കുന്നു.
അവർ ഫ്രണ്ടിൽ സ്പീഡിൽ നടക്കുന്നു. അങ്ങനെ ഇത് ബംഗാൾ ടൈഗറിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ. ദേഷ്യം വരുന്നുണ്ട് ആശാന്. ഉള്ള മനുഷ്യരെല്ലാം കൂടെ വന്ന് അടുത്ത് നിന്നിട്ട് 2 ലെയറിലാണ് കേട്ടോ ഇവനെ ഇട്ടേക്കുന്നത്. ഒറ്റ വലയല്ല, 2 ലെയറാണ്. കാരണം ഇവൻ നല്ല ഡേഞ്ചറസ് ആണ്, അതുകൊണ്ടാണ് 2 ലെയറിൽ ഇട്ടേക്കുന്നത്. ഒന്നേ ഉള്ളെന്ന് തോന്നുന്നു ഇതില്. കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും പരിധിരി കൊണ്ട് നടക്കുക. അയ്യോ നമ്മളതിന്റെ തൊട്ടടുത്ത് വന്നേ. ഇപ്പൊ തിരിച്ചു വരുവേ. നമ്മുടെ മമ്മിയെ പുലിയുടെ ഫ്രണ്ടിൽ നിർത്തി നമുക്ക് ഫോട്ടോ എടുക്കുക. മമ്മിയും പുലിയും ഒരേ ഫ്രെയിമിൽ. ഡാമിയോങ്കർ പുലി അങ്ങോട്ട് പോയല്ലോ. പക്ഷേ ഇപ്പൊ നമ്മൾ നടന്നു പോകുന്ന വഴിയുടെ സൈഡ് നോക്കി. സോ ബ്യൂട്ടിഫുൾ അല്ലേ? ദേ അവര് പോന്നു. ഇനി എവിടെയോ മുതലൊക്കെ കിടപ്പുണ്ട് കേട്ടോ. മുതല, ദിനോസർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ട്. പാമ്പ്, അരിവേപ്പല്ലേ അത്? ഇവിടെ അല്ലെങ്കിലും തമിഴ്നാട്ടിൽ ഇഷ്ടം പോലെ അരിവേപ്പുണ്ട്. അതെ, നമ്മുടെ നാട്ടിലെ കാര്യവേപ്പ് അരിവേപ്പ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കിട്ടാൻ കാണാനില്ലല്ലോ. വീട്ടിലുണ്ടോ അമ്മേ? ഇരുട്ടായി വരുന്നു, മൂടി വരുന്നു കേട്ടോ. വെട്ടമൊക്കെ പോയി. ഇവിടെയാണ് എന്താ ഹൈനയോ എങ്ങാണ്ടാന്ന് കിടക്കുന്നത്. നോക്കട്ടെ. ഹൈന തന്നെ. നമ്മുടെ സുബ്രഹ്മണി എന്ന് വിളിക്കത്തില്ലേ, ഇതേ വരുന്നുണ്ട്. അതുപോലെ സുബ്രഹ്മണി വിളിച്ചിട്ടൊരു പരിചയം കാണിക്കുന്നില്ലല്ലോ. ആശാൻ വലിയ തിരക്കിലാണ് കേട്ടോ, എങ്ങോട്ടോ പോകുന്നു. നമ്മുടെ അതിൽ സിനിമയിൽ കാണുന്ന പോലെ അല്ലല്ലോ ഇരിക്കുന്നത്. കുറച്ച് വേറെ സ്പീഷ്യസ് ആണോ? ഇത് വേറെ ഏതോ സ്പീഷ്യസ് ആണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോ എടുത്ത് മുള്ളി കാണിക്കുന്നു. ദാറ്റ് ഈസ് ടു മച്ച്. അപ്പോൾ ഹൈന കൂട്ടി കയറുകയാണ്. പോയി ടാറ്റ ബൈ. അത് കൂടല്ലായിരുന്നു, അപ്പുറത്ത് തുളയായിരുന്നു. മനുഷ്യനെ പറ്റിച്ചേ. അപ്പോൾ അങ്ങോട്ട് ആശാൻ ഓട്ടത്തിലാണ്. നിൽക്കത്തില്ലെന്ന് തോന്നിച്ചായോ, എപ്പോഴും ഇങ്ങനെ ഓടവാ. ഹൈനെ കണ്ടിട്ട് നമ്മൾ ഇപ്പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് ഫുള്ള് കുറുക്കന്മാർ കേട്ടോ. നോക്കിയേ, വലിയ കുറുക്കന്മാരില്ലേ, അതാണ് സംഭവം. കുറുക്കനല്ലേ, കുറുക്കനാണ്. കുറുക്കനായത് പുള്ളി ഇരിക്കുന്നുണ്ട് മുകളിൽ കയറി വായും പൊളിച്ച്. ഞാൻ കാണിക്കാം അടുത്ത്. ഇതാണ് നമ്മുടെ പുള്ളിപ്പുലി. ആശാനിങ്ങനെ മുഖമൊക്കെ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. വാവ്, നല്ല മഴക്കാരും മഴയൊക്കെ വരാൻ പോവാ. ഒരാൾ നന്നായിട്ട് പോസ് ചെയ്യുന്നുണ്ട് കണ്ടാ. ആര് വേണേലും എന്ത് വേണേലും ചെയ്തോ, ഫോട്ടോ എടുക്കുന്നവരെടുത്തോ എന്നുള്ള മൈൻഡിലാണ് ആശാൻ ഇരിക്കുന്നത്. ഇതിനകത്ത് എന്താ നോക്കിയേ. ഓ മൈ ഗോഡ്, എത്ര എണ്ണം ഉണ്ടാ. നിറച്ച് ഈ സംഭവങ്ങളാണ് കേട്ടോ ഇതിനകത്ത്. അറ്റ് ലാസ്റ്റ് മഴയായിരിക്കുകയാണ്. എന്താ മഴ പെയ്തു തുടങ്ങി. അങ്ങനെ നമ്മൾ ചീങ്കണ്ണികളെ കണ്ടു. ഇതേ മരത്തിന്റെ താഴെ എവിടെ അതെ അനങ്ങാതെ വെള്ളത്തിൽ കിടക്കുന്നുണ്ട് കേട്ടോ ഒരെണ്ണം. എന്ത് ചെയ്താലും ഈ കാണുന്ന കൂടാരത്തിനുള്ളിലാണ് നമ്മുടെ പാമ്പുകളുള്ളത്. യെല്ലോ അനാക്കോണ്ട അല്ലാതെ വേറെ ഉണ്ട് കേട്ടോ, ചെറിയ ചെറിയ പാമ്പസ്. അപ്പം നമുക്കിനി പാമ്പ് സെക്ഷനിലേക്ക് പോവാം ഗൈസ്. നല്ല ക്യൂ ആണല്ലോ, ഇവിടെ തൊട്ട് അങ്ങോട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യത്തെ പാമ്പിനെ കണ്ടു. കണ്ട അനങ്ങാതെ കിടക്കുവാണ് കേട്ടോ. പിന്നെ ആ കല്ലേലും കിടപ്പുണ്ട്. അപ്പോഴത്തേക്ക് ഇതേ മഴ ശക്തി പ്രാപിച്ചു. ഇതെല്ലാം ഓരോരോ പാമ്പുകളുടെ വാസസ്ഥലങ്ങളാണ്. അവിടെ ഒരു പാമ്പ്, കുറച്ചുകൂടെ മുകളിൽ വേറൊരു പാമ്പ്, അതിൻ്റെ മുകളിൽ വേറൊരു പാമ്പ്. പിന്നെ ഇതേ ഈ സൈഡിൽ ഒരെണ്ണം ഇരിക്കുന്നത്. ആ കലത്തിലോട്ട് നോക്കി. ഇത് എത്ര എണ്ണം വെച്ചാൽ അതിനകത്ത് ഇരിക്കുന്നത് നോക്ക്. ഇച്ചി ഇങ്ങോട്ട് നോക്ക് ഈ വീഡിയോയില്. ഗ്രീൻ ഇഗ്വാന 2-3 എണ്ണം ഉണ്ട് കേട്ടോ. ഇതാണ് റെഡ് ഇഗ്വാന. എന്തായാലും എന്തൊക്കെയോ തൂങ്ങി കിടക്കുന്നു. നമുക്കൊരു ആന മുതലേ കണ്ടുകിട്ടിയിട്ടുണ്ട്. നോക്കിയാൽ വായൊക്കെ പൊളിച്ച് അങ്ങനെ കിടക്കുകയാണ് കേട്ടോ. എന്താ ഉണ്ടാക്കി വെച്ച പ്രതിമ കിടക്കുന്ന പോലെ. പക്ഷെ അതിന് ജീവനുണ്ട്, അനങ്ങത്തില്ല. മഴയുണ്ട്, അതിങ്ങനെ ആസ്വദിച്ച് കിടക്കുവാന്ന് തോന്നുന്നു.
മോതല അടിങ്കെടുക്കുവാണ് കൈസ്. നമുക്ക് ഇത് അവിടെ അനങ്ങുന്നുണ്ട് കേട്ടോ, നോക്കിയേ. അതുങ്ങളൊക്കെ അനങ്ങുന്നുണ്ട്. ചാടാൻ പോ. ഹേ ചാടങ്ങോട്ട്, മഴയൊക്കെ അല്ലേ, ചാടിയും കുളിക്ക്. കണ്ടോ ആശാൻ ചാടാൻ പോലെ വന്നിട്ട് അവിടെ വരെ വന്ന് നിന്ന് കിടന്നു പോയി കേട്ടോ. നല്ല രസമുണ്ട് മഴയത്ത്. നമ്മൾ മഴയത്ത് നടന്ന് ആന സെക്ഷനിലേക്കാണ് എത്തുന്നത്. കുരങ്ങൻ ഓടുന്നു, ചാടുന്നു. എവിടെ കുരങ്ങൻ? മരത്തെ കയറി. ഇതേ വരുന്നു അടുത്ത ആള്. കുഞ്ഞുണ്ടല്ലേ, അള്ളി പിടിച്ചിരിക്കുന്നു. അയ്യോടാ, എങ്ങോട്ടാ ഓടുന്നേ? ഓട്ടമാണല്ലോ, ഓട്ടം. യെസ്, അങ്ങനെ നമുക്ക് ആനയും കിട്ടിയിരിക്കുകയാണ് ഫൈനലി. ഇതേ 2 ആനയുണ്ട് കേട്ടോ. ഇവിടെ ഒരുത്തൻ. ഒരുത്തി അല്ലേ ജയോ? ഇത് കൊമ്പനാനയല്ല, പിടിയാനയാ. ഉണ്ടാ, ചെറുതായിരിക്കും. അതോ ഇത് ഇന്ത്യൻ ആനയാണോ ആഫ്രിക്കൻ ആനയാണോ? ഇന്ത്യനാ. കൊള്ളാല്ലേ. മഴയൊക്കെ നനഞ്ഞ ആശാന്മാര്. എന്താ ഇത് കാട്ടാനയല്ലേ, പിന്നെ എങ്ങനെ അതിൽ ആള് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാത്ത. ഒരു ചേട്ടൻ അതിൽ നടക്കുന്നുണ്ടായിരുന്നു. അത് നാടൻ ആനയെ പിടിച്ചതിനകത്ത് നിർത്തിയേക്കുന്നതാണോന്നും അറിയത്തില്ല. ഇതേ ആന നിൽക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് കാട്ടുപന്നിയെ കാണാം. ഇതിൻ്റെ ഒരു സൈഡ് കിട്ടിയാൽ മറത്തടിക്കായിരുന്നു. തേറ്റുണ്ടോ? കറുത്ത പന്നി കണ്ട, തേറ്റുണ്ടോ? അതെ ഇതിന് തേറ്റുണ്ട്. അകത്തോട്ട് കയറിയാ ഉപദ്രവിക്കും അല്ലേ? അയ്യോ, ചെളിക്കകത്തിരുന്ന് മെഴുകുക കേട്ടോ. 1 2 3 4 5 6. പിന്നെ ഈ മരത്തിന്റെ അപ്പുറത്ത് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവണം കേട്ടോ. കൂട്ടം തന്നെയുണ്ട്. അപ്പൻ, അമ്മ, മക്കൾ എല്ലാവരും ഉണ്ട്. ഇതുണ്ടോ, മഴ പെയ്ത് നമ്മുടെ പൂക്കളൊക്കെ പൊഴിഞ്ഞു. നല്ല രസമായിട്ട് കിടക്കുന്നു. അപ്പം നമ്മൾ ഇവിടെ വരെ എത്തിയപ്പോഴത്തേക്ക് ഹിപ്പോപ്പൊട്ടാമസിൻ്റെ അത് അടച്ചു കേട്ടോ. അപ്പം നമുക്ക് കാണാൻ പറ്റിയില്ല അത്. ഇനി നമ്മൾ നേരെ നടക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ പുറത്തോട്ട് നടക്കുന്ന വഴി കൂടെയാണ് നടക്കുന്നത്. അതെ, ആന ഇത് ആ ചേട്ടന്മാർ തന്നെ അവിടെ കൂട്ടിക്കൊണ്ട് പോകാം കേട്ടോ, പറ്റിച്ച്. നമ്മളെ നാട്ടാനയും കണ്ടാണ് കൊണ്ട് ഇവിടെ നിർത്തിയേക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ അപ്പോൾ നമ്മൾ ഈ നടക്കുന്ന വഴി ഇങ്ങനെയാണേ ഉള്ളത്. നമുക്ക് അടിപൊളിയാണ്. മഴയൊക്കെ പെയ്ത് വൈബായിട്ടുണ്ട്. ഇവിടെ കാണ്ടാമൃഗം നിൽപ്പുണ്ട് കേട്ടോ. ഇതേ കാണ്ടാമൃഗം പുല്ല് തിന്നുന്നു കേട്ടോ. അപ്പോൾ 2 കാണ്ടാമൃഗം നിൽപ്പുണ്ട് ഇവിടെ. ഈ ചാനാപ്പനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. കണ്ട എന്ത് വലുതല്ലേ. മഴയൊക്കെ നനഞ്ഞ് കുതിർന്ന് നിൽക്കുക. അവിടെ ഒട്ടാപ്പക്ഷി നടക്കുന്നുണ്ട് കേട്ടോ. ഇരുട്ടായി തുടങ്ങിയോണ്ട് സമയം കൊണ്ട് മഴക്കാരും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ മരങ്ങളല്ലേ ഇവിടെ ഫുള്ള്. അപ്പം അവിടാണ് ഒട്ടപ്പക്ഷി. നമ്മള് ഒട്ടപ്പക്ഷികൾ. അതെ, അപ്പൊ നമ്മൾ രാവിലെ കണ്ടതൊന്നും അല്ലായിരുന്നു ഒട്ടപ്പക്ഷി. ഇതാണ് ഒട്ടപ്പക്ഷി. അതെ, അങ്ങനെ നമുക്ക് ഫൈനലി ജിറാഫിനെ കിട്ടിയിരിക്കുകയാണേ. ഹോ. അപ്പൊ ജിറാഫോടെ നമ്മുടെ ഇന്നത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞല്ലേ ചോ? ഇനി വേറെ ജീവികളൊന്നുമില്ല. ജിറാഫ് ഇത് നിൽക്കുന്നു. ഇനി നമുക്ക് നേരെ നടന്ന് എൻട്രൻസിലെത്തണം. പപ്പ അവിടെ ഇരിക്കുകയാണ്. ഞാനും മമ്മിയും മണിക്കൂട്ടിനും ചേട്ടനോട് നടന്നെത്താം. ജിറാഫിനെ നോക്കിയാൽ മഴയത്ത് നടക്കുകയാണ് ആശാനെ. അത് കൊള്ളാം, പൊളിച്ച്. മഴയൊക്കെ വന്നപ്പോൾ ഒരു സന്തോഷമുണ്ട്. ചൂടൊക്കെ മാറി ആ ഒരു സുഖത്തിൽ നടക്കുവാണ് കേട്ടോ ആശാൻ. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി കേട്ടോ. ബസ്സിൽ കയറി കോയമ്പേട് വന്നിട്ട് കോയമ്പേട് നിന്ന് പാടി വഴി പോകുന്ന ബസ്സിൽ കയറിയിട്ട് നമ്മൾ ശരവണ സ്റ്റോഴ്സിലോട്ടാണ് കേട്ടോ പോകുന്നത്. അതായത് ചെന്നൈയിൽ ഡ്രസ്സാണെങ്കിലും അത്യാവശ്യം എന്ത് സാധനം വേണമെങ്കിലും കിട്ടുന്ന ഒരു കടയാണ് കേട്ടോ ശരവണ സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. അത്യാവശ്യം വലിയ കട തന്നെയാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം മമ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതൊക്കെ പ്രമാണിച്ച് അവർക്ക് എന്തെങ്കിലും ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. അപ്പം നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പം അത് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം അത്യാവശ്യം വലിയ കടയാണ് കേട്ടോ. എന്നാൽ സൂപ്പർ മാർക്കറ്റ് ഒന്നും അല്ല താനും, ഒരാളുടെ കടയാണത്. അപ്പം അതൊരു വലിയ സെറ്റപ്പാണ് കേട്ടോ. അപ്പം നമുക്ക് അവിടെ പോയി കുറേ നേരം നോക്കിയതിന് ശേഷം അത്യാവശ്യം ഇഷ്ടമായിട്ടുള്ള കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. അപ്പം ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അമ്പത്തൂർ നമ്മളെടുത്തേക്കുന്ന റൂമിലോട്ട് തന്നെയാണ് പോകുന്നത്. പോയി ബാഗും സംഭവങ്ങളൊക്കെ വെച്ചിട്ട് താഴെ പാണ്ടിനി വന്നിട്ട് നമ്മൾ പാണ്ടിനി എന്ന് പറഞ്ഞ ഹോട്ടലാണ് കേട്ടോ. അത്യാവശ്യം അമ്പത്തൂരെ മെയിൻ ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. അവിടെ വന്നിട്ട് നമ്മൾ കഴിച്ചു കേട്ടോ. കഴിച്ചത് എന്താ, ചിക്കൻ ഫ്രൈഡ് റൈസ് ഒക്കെ തന്നെയാണ് കേട്ടോ കഴിച്ചത്. അപ്പം കഴിച്ച് അന്നത്തെ പരിപാടികൾ അതോടെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവരും അടിച്ചുപിടിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.